ഒക്ടോബർ 2-ാം തീയതിയിലെ UPSC സിവിൽ സർവീസ് എക്സാമിന് റിലവൻ്റ് ആയിട്ടുള്ള കുറച്ച് ടോപ്പിക്കുകളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നതായിട്ടുള്ളത്. അതിൽ ആദ്യത്തേത് വഖഫ് ബില്ലുമായി ബന്ധപ്പെട്ടതാണ്. അപ്പോൾ ഇതിൻ്റെ റിവ്യൂ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൽ കാര്യമായിട്ടുള്ള റിവ്യൂ ആവശ്യമുണ്ട് എന്നുള്ളതാണ് ഇവിടെ ഓതർ പറയുന്നതായിട്ടുള്ളത്. അപ്പോൾ വഖഫ് ബോർഡിൻ്റെ മോഡിഫിക്കേഷനുമായി ബന്ധപ്പെട്ട് ഈ ഒരു വിഷയം മുന്നേ വാർത്തകളിൽ വന്ന സമയത്ത് 8-ാം മാസത്തിൽ വന്ന സമയത്ത് 10-ാം തീയതിയും 12-ാം തീയതിയും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അന്ന് നിങ്ങൾ ഈ ഒരു വാർത്ത അല്ലെങ്കിൽ വഖഫ് ബില്ലുമായി ബന്ധപ്പെട്ട ഡീറ്റെയിൽസ് അറിഞ്ഞില്ലെങ്കിൽ ഈ ഒരു വാർത്ത നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യുക. അതേ സമയത്ത് മുന്നേ പഠിച്ച ഒരാളാണെങ്കിൽ ഇത് നിങ്ങളുടെ നോളജിനെ ഒന്ന് റിവൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ആക്ച്വലി ഈ ഒരു വഖഫ് ബോർഡ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ വഖഫ് എന്ന് പറയുന്നത് ഈ ഒരു മുസ്ലിം ഡിനോമിനേഷനുമായി ബന്ധപ്പെട്ട മുസ്ലിം കമ്മ്യൂണിറ്റിയുമായി ബന്ധപ്പെട്ട് അവരുടെ പള്ളിയുമായി ബന്ധപ്പെട്ടുള്ള ലാൻഡാണ്. അവിടെ ഒരു ബോർഡ് ഉണ്ട്, വഖഫ് ബോർഡ്. അവരാണ് ഇത്തരത്തിലുള്ള ഭൂമിയെ കൈകാര്യം ചെയ്യുന്നതായിട്ടുള്ളത്. ആക്ച്വലി അവരുടെ ഒരു റിലീജിയസ് ഫ്രീഡത്തിന്റെ ഭാഗമായിട്ടുള്ളതാണെന്ന് നമുക്ക് പറയാൻ പറ്റും. അതായത് ആർട്ടിക്കിൾ 26 തന്നെ നമ്മുടെ ഭരണഘടനയിലെ ഫ്രീഡം ഓഫ് റിലീജിയനിലെ ആർട്ടിക്കിൾ 26 തന്നെ ഓരോ റിലീജിയസ് ഡിനോമിനേഷൻസിനും അവരുടെ മാറ്റേഴ്സ്, പ്രത്യേകിച്ചും അവരുടെ പ്രോപ്പർട്ടി ഉൾപ്പെടെയുള്ള വിഷയങ്ങളെ കൈകാര്യം ചെയ്യാനുള്ള അവകാശമുണ്ട്. അതേപോലെ തന്നെ ആർട്ടിക്കിൾ 13 ക്ലോസ് 2 പ്രകാരം ഇത്തരത്തിലുള്ള ഫണ്ടമെന്റൽ റൈറ്റ്സിന്റെ മേലെ കടന്നു കയറുന്നതിന് സ്റ്റേറ്റിന് പരിമിതികളുമുണ്ട് എന്ന് ഓർത്ത് വെക്കുക. ആക്ച്വലി ഇവിടെ വഖഫ് ബില്ല് കൊണ്ടുവരുമ്പോൾ ഈ ഒരു വഖഫ് ബോർഡിന്റെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട ആ ഒരു വിഷയത്തിലാണ്, ഈ ഒരു ഭൂമി മാനേജ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട വിഷയത്തിലാണ് ഗവൺമെന്റ് ഇടപെടുന്നതെന്ന് ഓർത്ത് വെക്കുക. ഈ ഒരു വഖഫ് റൈറ്റിന് മേലുള്ള ഇൻഫ്രിഞ്ച്മെന്റ് ആണെന്ന് പറയാൻ കാരണം എന്ന് വെച്ചാൽ ഉത്തർപ്രദേശിലെ ശ്രീ കാശി വിശ്വനാഥ് ടെമ്പിൾ ആക്ട് പ്രകാരം, അതായത് ഈ ഒരു മാനേജ്മെന്റിൽ നോൺ ഹിന്ദു മെമ്പർഷിപ്പിനെ റെസ്ട്രിക്ട് ചെയ്യുന്നുണ്ട്. എന്നാൽ ഇവിടെ വഖഫ് ബില്ലില് ആക്ച്വലി ഈ വഖഫ് ബോർഡിൽ ഒരു നോൺ മുസ്ലിമിനെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ ആവശ്യപ്പെടുന്നുണ്ട് എന്നുള്ളതാണ്. ഇവിടെ കാശി വിശ്വനാഥ് ടെമ്പിൾ പറയുകയാണ് അവിടുത്തെ മെമ്പർഷിപ്പിൽ നോൺ ഹിന്ദുവിനെ അലൗഡ് അല്ല എന്ന് പറയുന്നുണ്ട്, റെസ്ട്രിക്ട് ചെയ്യുന്നുണ്ട്. എന്നാൽ ഇവിടെ വഖഫ് ബോർഡിൽ ഒരു നോൺ ഹിന്ദു വേണം, നോൺ മുസ്ലിം വേണം എന്ന് പറയുന്നത് ഇതിന് കോൺട്രഡിക്ടറി ആണ് എന്നുള്ളതാണ് പറയുന്നത്. മറ്റൊന്നാണ് റിലീജിയസ് ഫ്രീഡത്തിന് മേലുള്ള കടന്നുകയറ്റമാണ് എന്നുള്ളത്. അപ്പോൾ ആക്ച്വലി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ റിലീജിയസ് എൻഡോമെന്റ് ആക്ട് പ്രകാരം ഒരു റിലീജിയനുമായി ബന്ധപ്പെട്ട വിഷയത്തിലുള്ള കമ്മിറ്റികളിൽ ഉള്ള ആൾക്കാർ അതേ റിലീജിയസ് ഡിനോമിനേഷനിലുള്ള ആൾക്കാരായിരിക്കണം. അപ്പോൾ ഇവിടെ വഖഫ് എന്ന് പറയുന്നത് റിലീജിയനുമായിട്ട് ബന്ധപ്പെട്ടതാണ്. സോ ആ ബോഡിയിൽ ഈ ഒരു മുസ്ലിം കമ്മ്യൂണിറ്റിയിലുള്ള ആൾക്കാർ തന്നെ ആവണം എന്നുള്ളതാണ്. എന്നാൽ വഖഫ് ബില്ല് 2024 പ്രപ്പോസ് ചെയ്യുന്നത് ഒരു നോൺ മുസ്ലിം സീറ്റ് വഖഫ് കൗൺസിലിൽ വേണം എന്നാണ് പറയുന്നതായിട്ടുള്ളത്. അപ്പോൾ ആക്ച്വലി ഇത്തരത്തിലുള്ള ഒരു കണ്ടീഷൻ വെക്കുന്നത് ഇതിനൊക്കെ കോൺട്രഡിക്ടറി ആണ് എന്നാണ് പറയുന്നതെന്നും കൂടി ഓർത്തു വെക്കേണ്ടതാണ്. ഇതിനുമായി ജോയിന്റ് പാർലമെന്ററി കമ്മിറ്റി വഖഫ് റിപ്പോർട്ട് പരിശോധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ജസ്റ്റിസ് സച്ചാർ കമ്മിറ്റി ഉണ്ട്. ഇത് രണ്ടും ഈ ഒരു വഖഫ് അമെൻമെന്റ് ആക്ട് 2013 വളരെ ഡീറ്റെയിൽ ആയിട്ട് പരിശോധിച്ചിട്ടുള്ളതാണ് എന്നുകൂടി ഓർത്ത് വെക്കുക. പക്ഷെ ഇത്തരത്തിലുള്ള കൺസൾട്ടേഷൻ ഒന്നും തന്നെ ഇപ്പോൾ 2024 കൊണ്ടുവന്നിട്ടുള്ള വഖഫ് ആക്ടിൽ വന്നിട്ടില്ല. അപ്പോൾ ഇതാണ് ഓതർ ഇവിടെ ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നതെന്നും കൂടി ഓർത്ത് വെക്കേണ്ടതാണ്. അപ്പോൾ നിലവിലുള്ള വഖഫ് ബില്ലിൽ ഈ ഒരു പ്രശ്നങ്ങളുണ്ട് എന്നുള്ളതാണ്. അതായത് വഖഫ് അഡ്മിനിസ്ട്രേഷന്റെ അധികാരത്തെ ഇല്ലാതാക്കുന്ന അല്ലെങ്കിൽ അതിന്റെ ശക്തിയെ ഇല്ലാതാക്കുന്ന രീതിയിലുള്ള പ്രൊവിഷൻസ് ആണുള്ളത്. അതുകൊണ്ട് തന്നെ അത് ഒമിറ്റ് ചെയ്യണം എന്നാണ് പറയുന്നത്, ഒഴിവാക്കണം എന്നാണ് പറയുന്നത്. കൂടാതെ സെൻട്രൽ വഖഫ് കൗൺസിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വർഷങ്ങളായിട്ട് ഒഴിഞ്ഞിട്ടാണുള്ളത്. അതായത് അത് ഫംഗ്ഷൻ പോലും ചെയ്യുന്നില്ല എന്നുള്ളതാണ്. അതേപോലെ തന്നെ ഈ ഒരു സെൻട്രൽ വഖഫ് കൗൺസിലിന് വേണ്ടിയിട്ട് ഒരു നോൺ മുസ്ലിം സെക്രട്ടറിനെയാണ് മിനിസ്ട്രി അപ്പോയിന്റ് ചെയ്തത്, എക്സിസ്റ്റിംഗ് ലോയുടെ വിരുദ്ധമായിട്ട് എന്നുള്ളതും ഓതർ ഹൈലൈറ്റ് ചെയ്യുന്നുണ്ട്. ഈ ഒരു മുസ്ലിം റെപ്രസെന്റേഷൻ CWCയിൽ എന്നുള്ളത് ബില്ല് പ്രപ്പോസ് ചെയ്യുന്നത് എന്ന് പറയുന്നത് സ്റ്റേറ്റ് വഖഫ് ബോർഡുകളിലും പ്രപ്പോസ് ചെയ്യുന്നുണ്ട് എന്നുകൂടി ഓർത്ത് വയ്ക്കേണ്ടതായിട്ടുണ്ട്. ആക്ച്വലി ഈ ഒരു വഖഫ് ബില്ല് എന്ന് പറഞ്ഞാൽ മുസ്ലിം ഡിനോമിനേഷന്റെ അവരുടെ ഭരണഘടനാപരമായിട്ടുള്ള അവകാശങ്ങളുടെ മേലുള്ള ഒരു കടന്നുകയറ്റമാണ് എന്നുള്ളതാണ് ഓതർ ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നത്. അതിന് പ്രധാനമായിട്ടും നമ്മുടെ റിലീജിയസ് ഫ്രീഡവുമായി ബന്ധപ്പെട്ട പ്രൊവിഷൻസും അതുപോലെ തന്നെ മറ്റ് റിലീജിയസ് ഡിനോമിനേഷൻസിന്റെ, ഉദാഹരണത്തിന് കാശി വിശ്വനാഥ് ടെമ്പിളിലെ അവിടെ നോൺ മുസ്ലിമിനെ അലൗഡ് അല്ല, ബട്ട് ഇവിടെ നോൺ ഹിന്ദുവിനെ അലൗഡ് അല്ല, ഇവിടെ നോൺ മുസ്ലിമിനെ അലൗ ചെയ്യണം എന്ന് പറയുന്നു എന്നുള്ളതാണ്. അപ്പൊ ആക്ച്വലി ഈ ഒരു ബില്ലിൽ പ്രകാരം 2 പേര് വിമൻ ആയിരിക്കണം എന്നുള്ളതാണ്. ഇത് ഓൾറെഡി ഇംപ്ലിമെന്റഡ് ആണ് 2013 അമെൻമെന്റ് പ്രകാരം എന്നുകൂടി പറയുന്നുണ്ട്. കൂടാതെ ഒരു വഖഫ് ട്രൈബ്യൂണൽ പ്രപ്പോസ് ചെയ്യുന്നുണ്ട് നിലവിലുള്ളതിൽ മാറിയിട്ട്. അതിന് പ്രത്യേകിച്ചും എക്സ്പേർട്ടിനെ, മുസ്ലിം ലോയിൽ എക്സ്പേർട്ട് ആയിട്ടുള്ള ഒരാളെ അതിൽ നിന്ന് നീക്കം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടുള്ള വിഷയം പറയുന്നുണ്ട്. അപ്പൊ ഇതും ആക്ച്വലി ഈ ഒരു വഖഫ് ബോർഡിന്റെ അല്ലെങ്കിൽ വഖഫ് ട്രൈബ്യൂണലിന്റെ അധികാരം അല്ലെങ്കിൽ പവർ ഇല്ലാതാക്കുന്നതിന് തുല്യമാണ്. കൂടാതെ എല്ലാ വഖഫുകളും രജിസ്റ്റർ ചെയ്യണം എന്നുകൂടി പറയുന്നുണ്ട് പുതിയ പോർട്ടലിൽ. അതുകൊണ്ട് തന്നെ ഇത് ലീഗൽ റൈറ്റുകൾ ഡിനൈ ചെയ്യപ്പെടാൻ കാരണമാകാം, കാരണം പല ഇഷ്യൂസും മറ്റും ഒക്കെ ഉണ്ടെങ്കിൽ എന്നുള്ളതാണ് പറഞ്ഞത്. അപ്പം നിലവിലുള്ള മാൻഡേറ്ററി ആയിട്ടുള്ള ഈ ഒരു മൻഷ ഇ
വഖിഫ് എന്ന് പറയുന്ന ആ ഒരു രീതി മാൻഡേറ്ററി ഇംപ്ലിമെന്റേഷൻ ആണ് ഡോണേഴ്സ് മൻഷാ ഇ വഖിഫ് എന്ന് പറയുന്ന ഈ ഒരു സിസ്റ്റം ഡിസ്കണ്ടിന്യൂ ചെയ്യുന്നതിന് വേണ്ടിയിട്ടും ബില്ല് പ്രപ്പോസ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. അതേപോലെ തന്നെ വഖഫ് പ്രോപ്പർട്ടീസിന്റെ മേലെ അതിന്റെ മേലെയുള്ള അപ്ലിക്കേഷനെ വിഡ്രോ ചെയ്യുന്നതിന് വേണ്ടിയിട്ടും ഈ ഒരു വഖഫ് ആക്ട് പ്രപ്പോസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ മിനിസ്ട്രി ഈ ഒരു സെൻട്രൽ വഖഫ് കമ്മീഷനെ പുതിയ നിയമപ്രകാരം റീകൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യണമെന്നാണ് ഒരു റെക്കമെൻഡേഷൻ ആയിട്ട് ഓതർ പറയുന്നതായിട്ടുള്ളത്. അതേപോലെ തന്നെ ഈ ഒരു സെൻട്രൽ വഖഫ് കമ്മിറ്റി അല്ലെങ്കിൽ കൗൺസിൽ ഇവര് സ്റ്റേക്ക് ഹോൾഡേഴ്സുമായിട്ട് ബന്ധപ്പെട്ട് കൺസൾട്ടേഷൻ നടത്തണമെന്നും അതിന്റെ അടിസ്ഥാനത്തിലായിരിക്കണം ഇത്തരത്തിലുള്ള ഒരു നിയമത്തിലെ അമെൻമെന്റ് കൊണ്ടുവരണം എന്നാണ് പറഞ്ഞത്. CWCയിലുള്ള വാക്കൻ്റ് ആയിട്ടുള്ള പൊസിഷൻസ് ഫില്ല് ചെയ്യുകയും സെൻട്രൽ വഖഫ് കൗൺസിലിന്റെ പ്രവർത്തനങ്ങൾ മെച്ചപ്പെടുത്തണം എന്ന് പറയുന്നുണ്ട്. അതേപോലെ തന്നെ 100% മെമ്പർഷിപ്പ് എന്നുള്ള നിലവിലുള്ള പ്രൊവിഷനെ മെയിൻറ്റെയിൻ ചെയ്യണം എന്നും ഈ ഒരു ഓതർ ആവശ്യപ്പെടുന്നുണ്ട് എന്ന് കൂടി ഓർത്ത് വെക്കുക. അപ്പോൾ വഖഫ് ബോർഡുമായി ബന്ധപ്പെട്ട കുറച്ച് വിഷയങ്ങളാണ്. ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണെന്ന് വെച്ചാൽ അത്ര ഇമ്പോർട്ടൻ്റ് ഒന്നുമല്ല, ബട്ട് വഖഫ് ബോർഡ് എന്താണ്, അതിന്റെ പ്രവർത്തനങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ആക്ച്വലി ഇവിടെ ഒരു ജെൻഡർ ഇക്വാലിറ്റിയുമായി ബന്ധപ്പെട്ട പ്രപ്പോസൽ അത് കീപ്പ് ചെയ്യാവുന്നതാണ്. പക്ഷേ വഖഫ് ട്രൈബ്യൂണലുമായി ബന്ധപ്പെട്ട അതിന്റെ അധികാരം ഇല്ലാതാക്കുന്ന രീതിയിലുള്ള പ്രൊവിഷൻസിനെ ഒഴിവാക്കണം എന്ന് പറയുന്നുണ്ട്. കൂടാതെ ഈ ഒരു ബില്ല് കൂടുതലായിട്ടുള്ള ഡിസ്കഷന് ശേഷം കൃത്യമായിട്ടുള്ള പ്രൊസീജിയറിന് ശേഷം മാത്രമേ നിയമമാക്കാൻ പാടുള്ളൂ. അതുമായി ബന്ധപ്പെട്ട് കൃത്യമായിട്ടുള്ള ക്ലാരിഫിക്കേഷൻസ് സ്റ്റേക്ക് ഹോൾഡേഴ്സുമായിട്ടുള്ള ഡിസ്കഷൻ നടത്തി കൃത്യമായിട്ടുള്ള ഡാറ്റയൊക്കെ നടത്തിയതിനു ശേഷം മാത്രമാണ് ഇതൊരു നിയമമാക്കി മാറ്റാൻ പാടുള്ളൂ എന്നും ഓതർ പറയുന്നുണ്ട്. അൾട്ടിമേറ്റ്ലി ആ ഒരു നിയമത്തിന്റെ ആ ബില്ലിന്റെ മേലെ കൃത്യമായിട്ടുള്ള ക്ലാരിഫിക്കേഷൻ ഉണ്ടാക്കണം, കൃത്യമായിട്ടുള്ള ഡിസ്കഷൻസ് നടത്തണം എന്നാണ് ഓതർ ആവശ്യപ്പെടുന്നതെന്നും കൂടി ഓർത്തു വെക്കുക. അടുത്തൊരു വാർത്തയാണ് ഫ്രാങ്കോഫോണി സമ്മിറ്റുമായി ബന്ധപ്പെട്ടാണ്. ഫ്രാൻസിൽ നടക്കുന്ന ഈ ഒരു ഫ്രാങ്കോഫോണി സമ്മിറ്റ് എന്താണ്, അത് എത്രമാത്രം ഡിപ്ലോമസിക്കും ടെക്കിനും ഡൈവേഴ്സിറ്റിക്കും ഒക്കെ സപ്പോർട്ടീവ് ആണ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇന്ത്യൻ അംബാസഡർ ആയിട്ടുള്ള തിയറി മാത്തോ ആണ് ഇത് എഴുതിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് ഡീറ്റെയിൽസ്. അപ്പോൾ ലാ ഫ്രാങ്കോഫോണി ഓർഗനൈസേഷൻ 1970 ഫ്രഞ്ച് ഭാഷയുടെ പ്രൊമോട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് വിവിധ മെമ്പർ സ്റ്റേറ്റുകൾ തമ്മിൽ ജോയിൻ ചെയ്തിട്ടുള്ള ഒരു ഓർഗനൈസേഷനാണ് ലാ ഫ്രാങ്കോഫോണി ഓർഗനൈസേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് ഈ ഒരു ഫ്രാങ്കോഫോണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അപ്പോൾ ഇതിന്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ഇന്റഗ്രൽ ഹ്യൂമനിസം എന്നാണ് ഈ ഒരു ഫ്രാങ്കോഫോണി കൊണ്ട് ഉദ്ദേശിക്കുന്നതായിട്ടുള്ളത്. അപ്പോൾ മൾട്ടി ലിംഗ്വലിസം അതുപോലെ തന്നെ കൾച്ചറൽ ഡൈവേഴ്സിറ്റി പ്രൊമോട്ട് ചെയ്യുക, അവർ തമ്മിൽ വിവിധ ഭാഷകൾ സംസാരിക്കുന്ന ആൾക്കാർ തമ്മിലുള്ള സഹകരണം മെച്ചപ്പെടുത്തുക, അവർ തമ്മിൽ പരസ്പരം എക്സ്ചേഞ്ചുകൾ ചെയ്യുക, കളക്റ്റീവ് ആയിട്ടുള്ള തിങ്കിങ് ചെയ്യുക എന്നുള്ളതൊക്കെയാണ് ഈ ഒരു ഫ്രാങ്കോഫോണി കൊണ്ട് ഉദ്ദേശിക്കുന്നതായിട്ടുള്ളത്. അപ്പോൾ ഇന്ത്യയുടെ താല്പര്യത്തിന് അനുസൃതമാണ്, അല്ലെങ്കിൽ ഇന്ത്യയും ഇത്തരത്തിലുള്ള ഒരു കൾച്ചറൽ ഡൈവേഴ്സിറ്റിയെ സപ്പോർട്ട് ചെയ്യുന്ന രാജ്യമാണ്. അതുകൊണ്ട് തന്നെ ഇന്ത്യയുടെ താല്പര്യങ്ങൾക്ക് അനുസൃതമായിട്ടുള്ളൊരു സംഘടനയാണ് അല്ലെങ്കിൽ ഈവൻ്റ് ആണ് ഫ്രാങ്കോഫോണി എന്ന് പറയാൻ പറ്റും. അപ്പോൾ ഇതിന്റെ സമ്മിറ്റ് 2024 ഒക്ടോബർ 4-5 ഫ്രാൻസിൽ നടക്കുന്നുണ്ട്. ഏകദേശം 100ഓളം രാജ്യങ്ങളും ഗവൺമെന്റുകളും അവിടുത്തെ ഹൈ റാങ്കിങ് ഒഫീഷ്യൽസും ഇതിൽ പങ്കെടുക്കുന്നുണ്ട് എന്നുകൂടി ഓർത്ത് വെക്കുക. പാരീസിലും വില്ലേജ് കൊട്ടറസ് എന്ന് പറയുന്ന സ്ഥലത്താണ്, ഇവിടെ വെച്ചിട്ടാണ് 1539 ഈ ഒരു ഫ്രഞ്ചിനെ ഒഫീഷ്യൽ ലാംഗ്വേജ് ആയിട്ട് അവർ തിരഞ്ഞെടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ ഒരു ഇവന്റുമായി ബന്ധപ്പെട്ട്, അതായത് ഈ ഒരു ഓർഗനൈസേഷനിലെ ഫ്രഞ്ച് ഭാഷയെ ഒഫീഷ്യൽ ലാംഗ്വേജ് ആയിട്ട് ഫ്രാൻസിൽ തിരഞ്ഞെടുത്തത്. അപ്പോൾ അതിന്റെ ഓർമ്മയ്ക്കായിട്ടാണ് ഈ ഒരു വില്ലേഴ്സ് കോട്ടിഫറേറ്റ്സിലും വെച്ച് സമ്മിറ്റ് നടക്കുന്നതെന്ന് ഓർത്ത് വെക്കാം. അപ്പോൾ മൾട്ടിലാറ്ററലിസവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടക്കും, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ ഡിസ്കഷൻ നടക്കും, കൾച്ചറൽ അതുപോലെ തന്നെ ലിംഗ്വിസ്റ്റിക് ഡൈവേഴ്സിറ്റി തുടങ്ങിയിട്ടുള്ള വിഷയങ്ങളിൽ ഡിസ്കഷൻ നടക്കും. ഏകദേശം 88ഓളം മെമ്പർ സ്റ്റേറ്റുകളും ഗവൺമെന്റ്സും അതിൽ 54 ഫുൾ ഫ്ലഡ്ജഡ്, 7 അസോസിയേറ്റ്, 27 ഒബ്സർവർ കൺട്രീസ് ഉണ്ട്. ഇവരെല്ലാം പാർട്ടിസിപ്പേറ്റ് ചെയ്യും. ഇവിടെ ഡെമോക്രസി, പീസ്, പ്രോസ്പെരിറ്റി തുടങ്ങിയിട്ടുള്ള ഡിസ്കഷൻ, പ്രത്യേകിച്ച് നോർത്ത് സൗത്ത് ഡിവൈഡ് ഒക്കെ കുറക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഡിസ്കഷൻസ് നടക്കും. ഇപ്പം നിലവിലുള്ള ലീഡർഷിപ്പ് എന്ന് പറഞ്ഞാൽ സെക്രട്ടറി ജനറൽ ലൂയിസ് മുക്കിഷാബ് ആണ്, അതായത് ഫോർമൻ റുവാണ്ടൻ മിനിസ്റ്റർ ആണ് ഇപ്പോഴത്തെ കറന്റ് ലീഡർഷിപ്പ് എന്നുകൂടി ഓർത്ത് വെക്കുക. അപ്പോൾ ഇതിൽ മൾട്ടിലാറ്ററലിസം, ഇതൊരു ഫ്രഞ്ച് ലാംഗ്വേജ് റിലേറ്റഡ് ആണെങ്കിലും പിന്നീട് ഇത് ഒരു മൾട്ടിലാറ്ററലിസം റിലേറ്റഡ് ആയിട്ടുള്ള പ്രധാനപ്പെട്ട വിവിധ രാജ്യങ്ങൾ തമ്മിലുള്ള സഹകരണത്തിന്റെ ഒരു പ്ലാറ്റ്ഫോമായിട്ട് മാറിയിട്ടുണ്ട്. അപ്പോൾ മൾട്ടിലാറ്ററലിസം, വിവിധ രാജ്യങ്ങൾ തമ്മിലുള്ള സഹകരണത്തെക്കുറിച്ച് ഇതിൽ ഡിസ്കഷൻ നടക്കും. ഇന്ത്യയും അതുപോലെ G4 കൺട്രീസും എല്ലാം തന്നെ ഇതിൽ വരുന്നുണ്ട്. അവരെല്ലാം ഇവിടെ UN സെക്യൂരിറ്റി കൗൺസിലുമായി ബന്ധപ്പെട്ട ഡിസ്കഷൻസിന്റെ ഭാഗം നടക്കും. ഇന്റർനാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിന്റെ റീഫോം, UNന്റെ ഒക്കെ കാലാനുസൃതമായ മാറ്റത്തെ സംബന്ധിച്ചുള്ള ഡിസ്കഷൻസ് നടക്കും. ഗ്ലോബൽ ചാലഞ്ചസ് ആയിട്ടുള്ള ക്ലൈമറ്റ് ചേഞ്ച്, ബയോഡൈവേഴ്സിറ്റി ലോസ്, ഗ്ലോബൽ ഹെൽത്ത്, ഇനീക്വാലിറ്റി തുടങ്ങിയിട്ടുള്ള വിഷയങ്ങളിലും ഡിസ്കഷൻ നടക്കും എന്നുകൂടി ഓർത്ത് വെക്കാം. അതുപോലെ തന്നെ ആധുനിക ടെക്നോളജീസ് ആയിട്ടുള്ള ഡിജിറ്റൽ ടെക്നോളജി, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, അതിന്റെ ഇംപ്ലിക്കേഷൻസ്, അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ചർച്ചകൾ നടക്കും. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസുമായി ബന്ധപ്പെട്ട അതിനെ എങ്ങനെ രാജ്യങ്ങളുടെ അസറ്റാക്കി മാറ്റാൻ, എങ്ങനെയാണ് ഫ്രഞ്ച് ലാംഗ്വേജിന്റെ ആവശ്യത്തിന്
ഉപയോഗിക്കാൻ വേണ്ടി പറ്റും. അത് ഫ്രഞ്ച് ലാംഗ്വേജിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ ചർച്ചകൾ നടക്കും. അതേപോലെ തന്നെ പാരീസ് AI ക്ലൈമറ്റും ഇതിന്റെ ഭാഗമായിട്ട് നടക്കും എന്നുകൂടി ഓർത്ത് വെക്കുക. അത് ഫെബ്രുവരി 2025 നടക്കും എന്നുകൂടി ഓർത്ത് വെക്കുക. അപ്പോൾ എന്താണ് ഫ്രാങ്കോഫോണി സമ്മിറ്റ് എന്ന് ഓർത്ത് വെക്കുക, എവിടെയാണ് നടക്കുന്നത് ഓർത്ത് വെക്കുക, എന്തുമായി ബന്ധപ്പെട്ടതാണെന്ന് ഓർത്ത് വെക്കുക. ഇതിന്റെ കൂടെ തന്നെ ഫ്രാങ്കോ ടെക് ഫെയർ ഉണ്ട്, പ്രത്യേകിച്ചും ടെക്നോളജി റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ഫെയർ ആണ് എന്നുകൂടി ഓർത്ത് വെക്കാം. അപ്പോൾ ഇന്ത്യയും ഫ്രാൻസും തമ്മിലുള്ള ബന്ധത്തിന്റെ ഒരു മെച്ചപ്പെടലായിട്ട് ഇന്ത്യ ഈ ഒരു ഫ്രാൻസ് സമ്മിറ്റിൽ പങ്കെടുക്കുന്നുണ്ട്. ഫ്രാങ്കോഫോണിയിൽ രണ്ട് രാജ്യങ്ങളും അവരുടെ താല്പര്യമുള്ള വിഷയങ്ങൾ പരസ്പര സഹകരണത്തിന് വേണ്ടിയിട്ടുള്ള ഡിസ്കഷൻസ് നടക്കുന്നുള്ളതാണ്. ഇതേപോലെ തന്നെ പാരീസ് AI ആക്ഷൻ സമ്മിറ്റ് 2025 നടക്കുന്നുണ്ട്. അതുപോലെ ഇന്ത്യ ഫ്രാൻസ് ഇയർ ഓഫ് ഇന്നോവേഷൻ 2026 നടക്കുന്നുണ്ട് എന്നുകൂടി ഓർത്ത് വെക്കുക. അപ്പോൾ രണ്ട് രാജ്യങ്ങൾ ഇന്ത്യയും ഫ്രാൻസും തമ്മിലുള്ള സഹകരണത്തിന്റെ ഒരു എക്സാമ്പിൾ ആയിട്ട് നമുക്ക് ഈ ഒരു ഫ്രാങ്കോഫോണി സമ്മിറ്റ് പറയാവുന്നതാണ്. അതേപോലെ തന്നെ 2025 പാരീസ് AI ആക്ഷൻ സമ്മിറ്റിൽ ഇന്ത്യ പങ്കെടുക്കും. ഇന്ത്യ ഫ്രാൻസ് ഇയർ ഓഫ് ഇന്നോവേഷൻ 2026 ഇന്ത്യ പങ്കെടുക്കും എന്ന് കൂടി ഓർത്ത് വെക്കുക. അപ്പോൾ കളക്റ്റീവ് ആയിട്ടുള്ള രണ്ട് രാജ്യങ്ങളുടെയും കോമൺ ആയിട്ടുള്ള താല്പര്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടി, ലക്ഷ്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടിയുള്ള സഹകരണമാണ് നമുക്ക് ഇത്തരത്തിലുള്ള സമ്മിറ്റുകളിൽ കാണാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇന്ത്യ ഫ്രാൻസ് റിലേഷനിലെ ഒരു ഉദാഹരണമായിട്ട് നമുക്ക് ഈ ഒരു ഫ്രാങ്കോഫോണി സമ്മിറ്റ് പറയാവുന്നതാണ് എന്നുകൂടി ഓർത്ത് വെക്കുക. അടുത്തൊരു വാർത്ത എന്ന് വെച്ചാൽ പൂജ ഖേത്കർ കേസുമായി ബന്ധപ്പെട്ട് UPSCയുടെ സെലക്ഷൻ പ്രോസസ്സിൽ വരുത്തേണ്ട മാറ്റത്തെക്കുറിച്ച് ആണ് പറയുന്നതായിട്ടുള്ളത്. അപ്പോൾ ഇത് UPSC മാത്രമല്ല, ഏതൊരു എക്സാമിൻ്റെയും അല്ലെങ്കിൽ ഏതൊരു എക്സാമിനേഷൻ ബോഡിയും നടത്തേണ്ട മാറ്റങ്ങളെ കുറിച്ചാണ് ഇവിടെ ഓതേഴ്സ് പറയുന്നതായിട്ടുള്ളത്. ദി ഹിന്ദുവിന്റെ ഇന്നത്തെ വിശകലനം കണ്ടതിന് നന്ദി. നിങ്ങൾക്ക് ഇത് സഹായകരമായെന്ന് വിശ്വസിക്കുന്നു. ഇന്നത്തെ ബാക്കിയുള്ള വാർത്തകളുടെ വിശകലനത്തിനു വേണ്ടി ഞങ്ങളുടെ ന്യൂസ് അനാലിസിസ് ക്ലാസ്സിൽ ജോയിൻ ചെയ്ത് പഠിക്കാവുന്നതാണ്. ഒരു മാസം വെറും 159 രൂപയ്ക്ക് നിങ്ങളുടെ UPSC തയ്യാറെടുപ്പിന് ആവശ്യമായ എല്ലാ പ്രധാന വിശദാംശങ്ങളും ഉൾക്കൊള്ളുന്ന ഒരു സമഗ്രമായ ന്യൂസ് അനാലിസിസ് നിങ്ങൾക്ക് മലയാളത്തിൽ ലഭിക്കും. കൂടാതെ സിവിൽ സർവീസിനു വേണ്ടിയുള്ള ജനറൽ സ്റ്റഡീസ് ക്ലാസുകൾ കൂടി മലയാളത്തിൽ മനസ്സിലാക്കി പഠിക്കാൻ ഞങ്ങളുടെ ലേണേഴ്സ് അൺലിമിറ്റഡ് ക്ലാസ്സിൽ ജോയിൻ ചെയ്യാം. മാസം വെറും 1500 രൂപയ്ക്ക്.